കടസിയിലെ കേരളത്തിൽ വന്നാച്ച്. ഞാൻ എന്തിനാ തമിഴ് പറയുന്നത്? ഈ വട്ടം കേരളമാണെന്ന് പറഞ്ഞ് കയറി കൊടുത്ത തമിഴ്നാട്ടിലെ തഞ്ചാവൂരാ. നാക്കിന്ന് തമിഴ് അങ്ങോട്ട് പോകുന്നില്ല. ഇപ്പൊ റെഡിയായി കാണും. എന്റെ പൊന്നു ചേട്ടാ ഇങ്ങോട്ട് വന്ന് സമയം കുറെ ഇങ്ങോട്ട് വന്നേ. യാരെന്ത് തിരുട്ട് മൂഞ്ചി നോമിനെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണെന്ന് തോന്നുന്നു. തൽക്കാലം കള്ളലക്ഷണം വന്നില്ല ഇവന്റെ കൂടെ. പിന്നെ താമസിച്ച് വന്നതിന് 100 രൂപ കട്ട്. പിന്നെ ഇതെന്ത് പടേ ഓലക്കൂടെ എന്തേ? ഓലക്കൂടെ പാതാളത്തിലില്ലേ മോനെ, അവിടെ അതെല്ലാം ചെതലെടുത്ത്. അപ്പൊ ഇത് ന്യൂജൻ ആയിക്കോട്ടെ എന്ന് കരുതി. അപ്പൊ 100 രൂപ കട്ടാണേ. പിന്നെ ഞങ്ങളുടെ കോളേജിൽ പരിപാടി എന്ന് വെച്ചാൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി കേട്ടോ. കോളേജിൽ ഓണപരിപാടിയാ? പിള്ളേരെല്ലാം കാണാലോ. തോളെ കേട്ടേക്കുന്നു. അല്പം ബഹുമാനമാവും കുട്ടിയെ. എന്റെ പൊന്നു കേട്ടാ ആ കോളേജിലോട്ട് കഴിഞ്ഞാൽ അണ്ണനെ ഇങ്ങനെ പൊക്കിയേറി പിന്നെ ബഹുമാനം ഒന്നും കാണത്തില്ല. ഇങ്ങോട്ട് വന്നേ. അതാണ് ഞങ്ങളുടെ കോളേജ് കേട്ടാ. ഓളിച്ചില്ലേ എടാ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഇങ്ങനാണെങ്കിൽ ബഡ്ജറ്റ് ഉള്ളത് എങ്ങനായിരിക്കും? എടാ മോനൊന്ന് പിടിച്ചടാ. എന്തോ പ്രശ്നമുണ്ട്. പുറകോട്ട് വെക്കോ. എന്തുവാ മാവേലി? ദോണ്ട ഫയർഫോഴ്സും ആംബുലൻസും ഒക്കെ കിടക്കുന്നുണ്ടാ. എന്റെ പൊന്നു മാവേലി, അത് നമ്മൾ ഇറക്കിയേക്കുന്ന ആംബുലൻസ് ബികോമുകാരുടെ, ഫയർഫോഴ്സ് BSc കമ്പ്യൂട്ടർ സയൻസുകാരുടെ കണ്ടാ. എടാ മോനെ ഇത് എന്തൊരു ദൂർത്താടാ. ഒരു പുലിപുരുകന്റെ ബഡ്ജറ്റ് ഉണ്ടല്ലോടാ അതില്. എന്റെ പ്രജ എത്ര പേരാണ് പട്ടിണി കിടക്കുന്നത്. ഈ പൈസ ഉണ്ടായിരുന്നെ അവർക്ക് ഒരു നേരത്തെ അന്നം മേടിച്ചു കൊടുത്തുകൂടായിരുന്നു നിനക്ക്? അതെ, ആ പാർട്ടിക്കാരോട് പറഞ്ഞാൽ മതി. അവരാ ഏറ്റവും വലിയ ദൂർത്ത്. ഞങ്ങൾക്ക് വർഷത്തിൽ കിട്ടുന്ന ഒരു ഓണം അത് ഞങ്ങൾ അടിച്ചു പൊളിക്കും. ഇങ്ങനെയാണ് നീ എന്നെ പുഷ്പക വിമാനത്തിൽ കൊണ്ടുവല്ലോ. അയ്യോ, ഒരു ടെസ്റ്റ് ഉണ്ട്. പുഷ്പ വിമാനമല്ല, ഹെലികോപ്റ്റർ ഉണ്ട്. എൻട്രി അതിലാ. ഹെലികോപ്റ്ററാ? നോക്ക്, ഹെലികോപ്റ്റർ വരുന്ന കണ്ടില്ലേ? കണ്ടാ മാവനങ്ങോട്ട് കേറാ. എന്റെ കിരീടം തട്ടോ ഇതിന്റെ? അല്ല, പാന് അങ്ങോട്ട് കേറ്. ഞാനിങ്ങോട്ട് കേറാം. എങ്ങനെയുണ്ടായിരുന്നു ഹെലികോപ്റ്റർ യാത്ര? വളരെ നന്നായിട്ടുണ്ട്. ഞാൻ ഇന്ന് വരെ കേരളത്തിൽ വന്നതിൽ ഇതാണ് എനിക്ക് ആദ്യത്തെ ഒരു അനുഭവം. ഹെലികോപ്റ്റർ യാത്ര ഇത്രയും ഹെവി ആയിട്ടൊക്കെ കൊണ്ടുവന്നുകൊണ്ട് ഞാനായിരിക്കും ചീഫ് ഗസ്റ്റ് അല്ലേ? അയ്യേ, ചീഫ് ഗസ്റ്റോ? ഓണം ആയതുകൊണ്ട് വിളിച്ചതേ ഉള്ളൂ. മലയാള സിനിമയിലെ സൂപ്പർ സ്റ്റാർ ആണ് ഞങ്ങളുടെ ചീഫ് ഗസ്റ്റ്. മമ്മൂട്ടി ആയിരിക്കും, അല്ല മോഹൻലാൽ ആയിരിക്കും? അല്ലല്ല, അലൻ ജോസ് പെരേര. കോളേജിലെ പരിപാടി കഴിഞ്ഞിട്ടേ വേറെ കുറച്ച് പരിപാടിയും കൂടി ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതെന്താ? കാരണം ആ കടയിൽ 1 മണിക്കൂർ നിൽക്കണം. ഇവിടെ അപ്പുറത്തെ കടയില്ലേ, അവിടെ 1 മണിക്കൂർ നിൽക്കണം. ചെറിയ 1 മണിക്കൂർ ഇങ്ങനെ ഹാപ്പിയാണെന്ന് മാത്രം പറഞ്ഞാൽ നിന്നാ മതി. ഹാപ്പിയാണെന്ന് മാത്രം പറഞ്ഞാൽ മതി. വാ. അതെ, ഈ വട്ടത്തെ ഓണപരിപാടിക്ക് എന്തേലും വെറൈറ്റി വേണം. മാവേലി വന്നിട്ട് അടുത്ത പരിപാടി എന്തോ? അത് സുന്ദരിക്ക് പൊട്ട് തൊടിയില്ലേ? എന്നാ ഒരു കാര്യം ചെയ്യാം, നമുക്ക് മാവേലി തലകീഴായിട്ട് കെട്ടിയിടാം. എന്നിട്ട് ബുക്കുണ്ട് അവിടെ പൊട്ട് പിടിപ്പിക്കാം. അത് കൊള്ളാം, വെറൈറ്റിയാ. ബുക്കളാന്ന് വിചാരിച്ച് ആരെങ്കിലും കണ്ണു കെട്ടി വരുമ്പോ എന്റെ കപ്പളി വല്ലതും തൊട്ടാലോ? അതും ഒരു വെറൈറ്റി ആയിരിക്കും. ഇൻസ്റ്റയിലിട്ട തീ പോലെ കയറും. പണ്ട് ഞാൻ എല്ലാരും ബഹുമാനിക്കപ്പെടുന്ന ഒരു മഹാരാജാവായിരുന്നു, മഹാരാജാവ്. ഇപ്പൊ ഞാൻ വേറെ കോമാളി അല്ലേ? അവിടെ അനൗൺസ്മെന്റ് കേൾക്കുന്നത്, നമുക്ക് അങ്ങോട്ട് പോവാം. എടാ, നിങ്ങളുടെ കോളേജിലെ ആമ്പിള്ളേരൊക്കെ നല്ല ഡ്രസ്സൊക്കെ ഇട്ടാണല്ലോ നിൽക്കുന്നത്. എന്നിട്ട് നിങ്ങളെന്താ നല്ല ഡ്രസ്സൊന്നും ഇടാത്തെ? അണ്ണാ, സത്യം പറഞ്ഞ ഞങ്ങൾ ഇവന്റ് മാനേജ്മെന്റ് ആരാ, അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ വന്നത്. കോർഡിനേറ്റേഴ്സ്. ഓണമൊക്കെ ആകുമ്പോ പെൺപിള്ളേർ ഇതേപോലെ സെറ്റ് മുണ്ടും ഒക്കെ എടുത്ത് ഡാൻസ് കളിച്ചാലേ കാണാൻ തന്നെ ഒരു ഭംഗിയാണ്. കണ്ടു നിന്നു കൂടുതൽ നോക്കിയാലേ എവിടുന്ന് അടി വരുന്നതെന്ന് അറിയാൻ പറ്റത്തില്ല. അകത്തു ആവും. ആ ഹെലികോപ്റ്ററിനെക്കാട്ടി സൗണ്ട് ആണല്ലോ. ഈ ആമ്പിള്ളേരെല്ലാം കൂടെ എവിടെ ഈ ബൈക്ക് എടുത്തോണ്ട് പോന്നേ? പെൺപിള്ളേര് ബൈക്കിലാ? പിന്നെ അല്ല, ലിമിറ്റ് ഇല്ലാതെ എന്തു ചെയ്യാൻ പറ്റും. അതാണ് ഓണം. ആ വാമനെ പറഞ്ഞാൽ മതിയല്ലേ, ഇതെല്ലാം അങ്ങേര് കാരണം ഉണ്ടായ സാധനമാണ്. ഈ മത്സരം കൊള്ള കേട്ടോ. എങ്ങനെയുണ്ട്? ഞാനിവിടെ ഒന്ന് മത്സരിച്ചാലോ? അങ്ങനുണ്ട്. നമുക്ക് 2 പേർക്കും കൂടെ മത്സരിക്കാം. നീ മത്സരിച്ചോ, ഞാൻ പോവാ. നീ മത്സരിച്ചോടാ, ഞാൻ പോവാ. എനിക്കങ്ങ് പോയി. നിങ്ങൾ ഈ കോളേജിൽ മാത്രമേ ഇവന്റ് മാനേജ്മെന്റ് പരിപാടി നടത്താറുള്ളൂ? വേറെ എവിടെയെങ്കിലും നടത്താറുണ്ടോ? ഇന്നലെ ഒരു ക്ലബിന്റെ പരിപാടി നടത്തി. അതൊന്ന് കാണിച്ചു കൊടുത്തേ. കരയിലെ വെള്ളം കണ്ടോ? ഒരുത്തനെ ഇനി 10 കൊല്ലത്തേക്ക് ചോവിനിരിക്കത്തില്ല. റേറ്റ് ഇല്ലയോ? പിന്നെ അവൻ എഴുന്നേറ്റ് അവന്റെ പ്രശ്നം കാണും. എനിക്ക് ചിരി വരുന്നു. അപ്പോ
നമുക്ക് പോകാൻ സമയമായിരിക്കണം. ഓ പെണ്ണുമ്പിള്ള വിളിച്ചു കാണും. പെണ്ണുമ്പിള്ള പേടി. ഇല്ല, എനിക്ക് ഭാര്യ ഒന്നും പേടിയില്ല. നമ്മ ഇങ്ങോട്ട് വിട്ടൊരു വ്യക്തി ഉണ്ടേ, പുള്ളി എനിക്ക് ഇച്ചിരി പേടിയാ. ഓ എടാ ആ ഫണ്ട് സെറ്റ് ചെയ്തേ. ജിപേ ഉണ്ടോ മാവേലി? അതെന്തുവാ? ഗോപൻ പേ? പേയ്മെന്റ് ഒന്നും വേണ്ട, പേയ്മെന്റ് ഒന്നും വേണ്ട. എല്ലാം നിങ്ങൾ വെച്ചു. എന്നെ ഇവിടെ എല്ലാം നിങ്ങൾ കൊണ്ടുവന്ന് കാണിച്ചില്ലേ, അത് തന്നെ വളരെയധികം നന്ദി. അതുകൊണ്ട് വേണ്ട, എനിക്ക് പേയ്മെന്റ് വേണ്ട. ഇച്ചിരി ബഹുമാനക്കുറവുണ്ടെങ്കിലും എനിക്ക് നിന്നെ വളരെയധികം ഇഷ്ടപ്പെട്ടിരിക്കുന്നു. ഒരു കാര്യം ചെയ്യും, നീ ഇത് വെച്ചോളൂ. എന്നാ നാം അങ്ങോട്ട് ചെല്ലട്ടെ. ഇന്ന് കൂടെ ഇങ്ങോട്ട് വിളിച്ചോ. ശരിയാ, എന്തോത്തിന് തന്നാടാ ഈ സാധനം? എന്നാ എൻ്റെ കൊച്ചിന് അടുത്ത ശ്രീകൃഷ്ണ ജയന്തിക്ക് ഉപയോഗിക്കാം. മാവേലിക്ക് ഇതൊക്കെ എവിടുന്ന് കിട്ടുന്നു? കണ്ടിട്ട് സ്വർണം പോലെ തന്നെ തോന്നുന്നു. എൻ്റെ പൊന്നളി ഇത് 30 രൂപയ്ക്ക് കണ്ട് വാങ്ങിച്ചതാ. നീ അതങ്ങോട്ട് കൊണ്ട് കളാ. അയ്യാ എന്തു പറ്റി സഹോദര? ചേട്ടാ വല്ലതും കഴിച്ചിട്ട് 2 ദിവസമായി. കൂടെ ആരുമില്ലേ? വീട്ടുകാര് ഉപേക്ഷിച്ച് ഞാനിപ്പോ ഒരു അനാഥനാ. ഈ ഓണക്കാലത്തൊരു പ്രജ വിശന്ന് ചാവുകയെന്ന് പറഞ്ഞാൽ നമുക്കത് സഹിക്കാൻ പറ്റില്ലേ സഹോദര? ഈ പണം നിങ്ങൾ വെച്ചോളൂ. ഓ ഇനി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നെ ഓർത്താൽ മതി. ആ അളിയ നീ വന്നോ? എന്തുവായി? ഫണ്ട് വല്ലോ ആയോ? ഫണ്ടായി. ഒരു പൊട്ടം കൊണ്ട് പൈസ തന്നിട്ട് പോയി. വേറൊരു പൊട്ടൻ്റെ ഇപ്പൊ വരാന്നവർക്ക് സ്കൂട്ടറും പൊക്കിയിട്ടുണ്ട്. നീ കേറി വാടാ. ഇന്നത്തേക്കുള്ള വാ പൊളിക്കാം. വിട്ടളിയ വണ്ടി. ഇതാ പറയുന്നത്, അർഹിക്കാത്തവർക്ക് സാധനം കിട്ടിയാൽ എത്ര വിലയുള്ള സാധനമാണെങ്കിലും അത് പട്ടി വിലയാണ്. അല്ല മോനെന്താ ഇങ്ങനെ ഇരിക്കുന്നേ? സ്കൂളൊക്കെ അടച്ചില്ലേ? അത് ചേട്ടാ, വീട്ടിൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഇപ്പം സ്കൂളിലെ കഞ്ഞി വെച്ചാ ഡെയിലി കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം സ്കൂളിൽ എന്തെങ്കിലും കാണുമെന്ന് വിചാരിച്ചോണ്ട് വന്നയാ. അപ്പൊ വീട്ടിൽ അച്ഛനും അമ്മയും? അച്ഛൻ സ്ട്രോക്ക് വന്ന് കിടപ്പിലാണ്. പിന്നെ അമ്മ വീട്ടു ജോലിക്ക് പോയിട്ടാ എന്നെ അച്ഛനെ നോക്കുന്നത്. ഇപ്പം കള്ളം വല്ലോ ഈ പറയുന്നേ? ഞാനിന്ന് അമ്മയോട് പറഞ്ഞു ഇന്ന് സ്കൂളുണ്ട്, സ്കൂളിൽ കഞ്ഞി ഉണ്ടെന്നൊക്കെ. പക്ഷെ ഇന്ന് സ്കൂളും ഇല്ല, സ്കൂളിൽ കഞ്ഞിയില്ല. അമ്മ വിശ്വസിച്ചോളും ഞാൻ കഴിച്ചെന്ന്. ഒന്നും കഴിച്ചില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയ്ക്ക് ഭയങ്കര വിഷമമാവും. മോൻ്റെ വീട് എവിടാ? അവിടെ കുറച്ച് അപ്പുറത്താ. എനിക്ക് നല്ല ദാഹമുണ്ട്, ഇച്ചിരി വെള്ളം വേണമായിരുന്നു. മോൻ്റെ വീട്ടിലോട്ട് പോകാലോ? എന്നാ വാ. ആ കാണുന്ന ഓലവെട്ടി വീടാണോ? ആ അത് തന്നെ. എടാ മോനെ, ഇത് തകർന്ന് വീഴാറായല്ലോടാ. ചേട്ടാ ഞാൻ പഠിച്ച് നല്ലൊരു ജോലി കിട്ടി കഴിഞ്ഞാൽ ഞാൻ ഈ വീടൊക്കെ പുതുക്കും. അതുകൊണ്ട് നല്ലൊരു വീട് വെക്കും. അതുകൊണ്ട് എൻ്റെ അച്ഛനും അമ്മയും നല്ല സുഖമായിട്ട് നോക്കും. ആഘോഷത്തിന്റെ പേരിൽ കൂത്ത് കാണിക്കുന്നവരുടെ കൂടെ ഇതേപോലെ ഒരു നേരത്തെ അന്നത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന പ്രജകളുടെ കൂടെ ഓണം ആഘോഷിക്കാനാണ് എനിക്കിഷ്ടം. ഹലോ രാ, ആ മാവേലി നമ്മുടെ ഈ തന്നിട്ട് പോയ സാധനം ഇല്ലയോ? എടാ അത് ശരിക്കും സ്വർണ്ണം വരണടാ. 916 കൂടിയ സ്വർണം. ഞാൻ ചെക്ക് ചെയ്ത് നോക്കി. എടാ ഇനി ശരിക്കും അയാളെ മാവേലി വല്ലതും ആണോടാ?